മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. 4 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ. ഒരു വലിയ സ്ഫിയർ മെൽറ്റ് ചെയ്തിട്ട് ചെറിയ സ്ഫിയർ ആക്കണം. അതിന്റെ റേഡിയസ്, വലിയ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണെന്നും ചെറിയ സ്ഫിയറിന്റെ റേഡിയസ് 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ഞാൻ പറഞ്ഞാണ്. നമ്പർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? V1/V2 ആണ്. V1/V2. അപ്പൊ നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ്? ഒന്നാമത്തേതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ഒന്നാമത്തേതിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ്. രണ്ടാമത്തേതിന്റെ വോളിയോ 4/3 പൈ ആർ ക്യൂബ്. രണ്ടും എന്ത് തന്നെയാണ്? സ്ഫിയർ തന്നെയാണ്. ഇനി നോക്കിയേ, നമ്പർ ഈസ് ഈക്വൽ ടു പറഞ്ഞോളി 4/3 ഇൻറ്റു പൈ ഇൻറ്റു എന്താ ഒന്നാമത്തേതിന്റെ റേഡിയസ്? 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ അടിയിലോ 4/3 ഇൻറ്റു പൈ ഇൻറ്റു എന്താ രണ്ടാമത്തേതിന്റെ റേഡിയസ് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 1. കുഴപ്പമുണ്ടോ? ഇതിൽ ആരൊക്കെ വെട്ടിപ്പോവും? 4/3 4/3 വെട്ടിപ്പോയി, പയ്യും വെട്ടിപ്പോയി. ബാക്കി നമ്പർ ഈസ് ഈക്വൽ ടു ആരാടാ? 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 64. സോ നമുക്ക് എന്ത് ആൻസർ കിട്ടി? നമ്പർ എന്ന് പറയുന്നത് 64 ആണ്. അതിന്റെ അടിയിൽ ബൈ 1 എന്ന് പറയുന്നത് ഇല്ലാതായി പോലെ. സോ ദ ആൻസർ ഈസ് 64.